ഹലോ നീറ്റ് ആസ്പിരൻസ്. അപ്പോൾ പഠനമൊക്കെ ഗംഭീരമായിട്ട് നിങ്ങളത് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ രണ്ട് വിധത്തിലുള്ള കുട്ടികൾ ഇപ്പോൾ എന്നെ കേൾക്കുന്നുണ്ടാവും. ഒന്ന്, റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളായിരിക്കും. രണ്ട്, ഇപ്പോൾ +2 ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞ് ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ്ങിന് റെഡി ആയിട്ടിരിക്കുന്ന കുട്ടികളായിരിക്കും അല്ലേ. ഓക്കെ, ഈ രണ്ട് കൂട്ടരാണെങ്കിലും അവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഇൻ ജനറൽ ഉണ്ടാവില്ല, അത് ഫിസിക്സ് ആണ്, അത് സംശയമില്ല. കാരണം വളരെ കുറഞ്ഞൊരു ഗ്രൂപ്പിന് ഫിസിക്സ് വളരെ ഈസി ആയിരിക്കും. അത് മാറ്റി വെച്ചാൽ ഇൻ ജനറൽ മെജോറിറ്റി കുട്ടികൾ നീറ്റ് ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പേടി സ്വപ്നം എന്ന് പറയുന്നത് അത് ഫിസിക്സ് ആണ്. അപ്പോൾ ആ ഫിസിക്സിനെ എങ്ങനെ ഡീൽ ചെയ്യണം ഈ ലാസ്റ്റ് ലാപ്പിൽ എന്നുള്ളതാണ് ഞാൻ സംസാരിക്കുന്നത്. 2 പോയിന്റുകളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നോക്കൂ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരുപാട് കുട്ടികൾ നേരിട്ടും അല്ലാതെ മെസ്സേജ് ചെയ്തിട്ടൊക്കെ ചോദിച്ചൊരു ചോദ്യം, ഇപ്പോഴും സാറേ പല ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റുന്നില്ല, എസ്പെഷ്യലി റിപ്പീറ്റേഴ്സാണ് ചോദിക്കുന്നത്. ഇപ്പോഴും ഫിസിക്സിലെ പല പ്രോബ്ലം കാണുമ്പോഴും ആകെ അന്തം വിടുകയാണ്, ചെയ്യാൻ പറ്റുന്നില്ല, ആകെ പിടുത്തം വിടുകയാണ് ചില ക്വസ്റ്റ്യൻസുകൾ കാണുന്ന സമയത്ത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്നാമത്തെ കാര്യം, നോക്കൂ, നമുക്ക് അങ്ങനെ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ 50 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കാനുള്ളത്. ആ വെരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നത് സെക്ഷൻ ബിയിലാണ്. അറിയാലോ നിങ്ങൾക്ക്, അവിടെ 15 ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട്, അതിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത്തരം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, എന്നിട്ട് ആ ഭാഗത്തു നിന്നുള്ള കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടുന്നില്ല എന്ന് കരുതി നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട. യു ജസ്റ്റ് ലീവ് ദാറ്റ് ക്വസ്റ്റ്യൻ. അത് ലീവ് ചെയ്യൂ. നിങ്ങൾ ഒരുപാട് സമയം ഒരുപാട് കുട്ടികൾക്ക് സംഭവിക്കുന്ന കാര്യം എന്താ പറയുക, ഇങ്ങനത്തെ ഒരു 2-3 ക്വസ്റ്റ്യനിൽ കടന്നിട്ട് ട്രാപ്പ് ചെയ്തിട്ട് ദ എൻറ്റയർ ഡേ അതിൽ വേസ്റ്റ് ആവുക, എന്നിട്ട് ഇഷ്ടം പോലെ സമയം അതിമേൽ നഷ്ടപ്പെടുത്തുക. അങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ യു ജസ്റ്റ് ലീവ് ഇറ്റ്. കാരണം നിങ്ങൾക്ക് അവിടെ ചോയ്സ് വരുന്നുണ്ട്, നിങ്ങൾ ഒരു ടെൻഷനും ആവണ്ട. എന്നിട്ട് നിങ്ങൾ വളരെ പ്ലസൻ്റായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഭാഗത്തേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ആ ഭാഗം നിങ്ങൾ നന്നായിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്പർ 1. നമ്പർ 2, പലരുടെയും പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കൂ, ഇന്ന് 1 മണിക്കൂർ സമയമാണ് നിങ്ങൾക്ക് ഫിസിക്സിന് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ മാറ്റിവെച്ചെന്ന് വിചാരിക്കുക. ഈ 1 മണിക്കൂർ നിങ്ങൾ കറണ്ട് ഇലക്ട്രിസിറ്റി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച സമയമാണ്. അപ്പോൾ പല കുട്ടികളും ചെയ്യുന്ന ഒരു രീതി എന്താ പറയുക, ആ 1 മണിക്കൂർ സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ ആ കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അത് ചെയ്ത് ചില ക്വസ്റ്റ്യൻസ് കിട്ടൂല, കിട്ടാത്ത ക്വസ്റ്റ്യനൊക്കെ ഒരു റെഫർ ചെയ്യുന്നു, എന്നിട്ട് അത് പഠിക്കുന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്നു. നിങ്ങൾ അലോട്ട് ചെയ്ത 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ അത് അവസാനിച്ചു എന്ന് കരുതുക. അത് അവസാനിച്ചു, അപ്പോൾ അവർ മാറ്റി വെച്ചിട്ട് പിന്നെ അടുത്ത പരിപാടിയിലേക്ക് നീങ്ങുന്നു. നോക്കൂ, ഇതല്ല യഥാർത്ഥ മെത്തേഡ്. മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ലാസ്റ്റ് ലാപ്പിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യേണ്ടത് എത്ര സമയമാണോ നിങ്ങൾക്കുള്ളത് ആ ടൈമിൽ നിങ്ങളൊരു എസ്റ്റിമേറ്റ് നിങ്ങൾക്ക് ഓൾറെഡി വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ 50 ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് ഈ 1 അവറിൽ നിങ്ങൾ പ്ലാൻ ചെയ്തതെങ്കിൽ നിങ്ങൾ ഈ 50 ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് ഞാൻ ഇരിക്കുന്നതെന്നുള്ള ബോധം നിങ്ങളുടെ മൈൻഡിൽ വേണം. എന്നിട്ട് ഈ 1 അവർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് കഴിഞ്ഞത് വെറും 30 ക്വസ്റ്റ്യൻ ആണെങ്കിൽ യു മസ്റ്റ് റിയലൈസ് ദാറ്റ് 20 ക്വസ്റ്റ്യൻസ് ഷോർട്ടാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അടുത്ത പ്രാക്ടീസ് സെഷനിൽ നിങ്ങളത് ക്ലിയർ ചെയ്യണം. മനസ്സിലായോ? അങ്ങനെ ഓരോ സെഷൻ കഴിയുമ്പോഴും നിങ്ങളിങ്ങനെ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് എന്ന് ഓരോ കുട്ടിയും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാതെ വെറുതെ ബ്ലൈൻഡായിട്ട് എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്ന രീതിയല്ല. പിന്നെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞതാണ്, ഒരിക്കൽ കൂടെ പറയുന്നു. ഫിസിക്സിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, കിട്ടാത്ത ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ നിങ്ങൾ നോക്കും. ഒബ്വിയസ്ലി നോക്കണം. സൊല്യൂഷൻ കാണുന്ന സമയത്ത് നിങ്ങൾ ബോധ്യപ്പെടുന്നു, ഓക്കെ, ഇപ്പോഴാണ് ഈ ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായത് എന്നുള്ള ധാരണയിലാണ് പല കുട്ടികളും ഉണ്ടാവുക. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. നെവർ ചെയ്യരുത്. പകരം എന്ത് ചെയ്യണം, കിട്ടാത്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ നിങ്ങൾ നോക്കിക്കോളൂ, സൊല്യൂഷൻ നോക്കി പഠിക്കുക. എന്നിട്ട് വീണ്ടും അതേ ക്വസ്റ്റ്യനിലേക്ക് വന്നിട്ട് ഒറ്റയ്ക്ക് നിങ്ങളത് വീണ്ടും വർക്കൗട്ട് ചെയ്യണം. ചില കുട്ടികളൊക്കെ അപ്പോഴായിരിക്കും അത് തിരിച്ചറിയുക. എന്തെന്നറിയോ, ഇപ്പോഴും അവർ ബ്ലോക്ക് ആയിട്ടുണ്ടാവും. ഓക്കെ, നോ പ്രോബ്ലം. വീണ്ടും നിങ്ങൾ സൊല്യൂഷൻ റെഫർ ചെയ്തോളൂ, മനസ്സിലാക്കിക്കോളൂ, ആൻഡ് ദെൻ ഗോ ബാക്ക്. എന്നിട്ട് വീണ്ടും അത് ഒറ്റയ്ക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. ഓക്കെ അല്ലേ? ഈ ലാസ്റ്റ് ലാപ്പിൽ ആരാണോ ജയന്റ് ലീപ്പ് നടത്തുന്നത് അവരുടെ കൂടെയായിരിക്കും ഫൈനൽ സക്സസ് എന്നുള്ളത് മറക്കണ്ട. ലാസ്റ്റ് ലാപ്പ് അതിഗംഭീരമാക്കാൻ നോക്കൂ. നമ്മുടെ 40 days ഇന്റൻസ് ക്രാഷ് പ്രോഗ്രാമിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. നീറ്റ് എൻഡ് ഗെയിം 4.0. ജോയിൻ us. ലെറ്റ്സ് മേക്ക് ദ ഡിഫറൻസ്.